സ്റ്റഡീസിന്റെ മൂന്നാമത്തെ ബ്ലോക്കിലെ അവസാനത്തെ അതായത് ആറാമത്തെ യൂണിറ്റ് ആയ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നുമില്ല, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആകെ പഠിക്കുന്നത് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്, അവയുടെ മേജർ പ്രിൻസിപ്പിൾസ്, ഉദ്ദേശങ്ങൾ എന്തെല്ലാം, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിന്റെ എക്സാമ്പിൾസ് ഏതെല്ലാം, അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിന്റെ ഗോൾസ് അല്ലെ, മേജർ ഗോൾസ് ഏതെല്ലാം, ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അഥവാ അതിനെക്കുറിച്ച് വളരെ നന്നായി ഡിസ്ക്രൈബ് ചെയ്തത് എപ്പോഴാണ്? 1987 ബ്രൂംപ്ലാൻ കമ്മീഷൻ ആണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒന്നിനെ കുറിച്ച് വളരെ നല്ല രീതിക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നത്. മനസ്സിലായല്ലോ? ആക്ച്വലി സസ്റ്റൈനബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള ആവശ്യങ്ങൾ, ശ്രദ്ധിച്ചു കേൾക്കണം, നിലവിലുള്ള ആവശ്യങ്ങൾ നടത്തിയെടുക്കണം, എന്നാൽ ഒരിക്കലും ഫ്യൂച്ചർ അല്ലെ ഭാവിയിലുള്ള തലമുറയ്ക്ക് എന്ത് ചെയ്യരുത്, ദൂഷ്യഫലം അല്ലെ, ഭാവിയിലുള്ള തലമുറ എന്താ പറയാ അവർക്ക് അത് കിട്ടാതെ പോകരുത്. മനസ്സിലായി? നിലവിലുള്ള നമ്മുടെ ആവശ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം. പക്ഷെ അതേപോലെ തന്നെ ഭാവിയിലുള്ള ഫ്യൂച്ചർ ജനറേഷൻ, ഭാവിയിൽ വരുന്ന തലമുറയ്ക്ക് കൂടി അതിനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ സസ്റ്റൈനബിലിറ്റി എന്നുകൊണ്ട് ഇവര് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റിന് 3 പില്ലേഴ്സ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് 3 തൂണുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? എക്കണോമിക്, എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ. ഇതാണ് ദ 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ശ്രദ്ധിച്ചു കേൾക്കുക, അത് ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കും കേട്ടോ. ഏതൊക്കെയാണ്? എക്കണോമിക്, എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ. ഇത് 3ആണ് ദ 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിന് കുറച്ച് ഫീച്ചേഴ്സ് എന്താന്ന് നോക്കാം, പ്രത്യേകതകൾ എന്താന്ന് നോക്കാം. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓൾ കൈൻഡ്സ് ഓഫ് ഫോം, അതായത് എല്ലാ ഭൂമിയിലുള്ള എല്ലാ കൈൻഡ്സ് ഓഫ് ഫോമിനെയും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുകയും അവരെ കുറിച്ച് കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത് നോക്കാം, ഹ്യൂമൻ ലൈഫ്, മനുഷ്യന്റെ ജീവിതത്തിനെ ഇംപ്രൂവ് ചെയ്യാനും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാധിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നോക്കാം, നാച്ചുറൽ റിസോഴ്സസിന്റെ തകർച്ചയെ എന്ത് ചെയ്യുന്നുണ്ട്, മിനിമൈസ് ചെയ്യുന്നുണ്ട് അഥവാ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് എന്താ, ഓരോ സമൂഹത്തിനും അവനവന്റെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിനെ കെയർ ചെയ്യുക എന്ന ഒരു ഉദ്ദേശം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ദ മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിന്റെ പ്രിൻസിപ്പിൾസ് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഒരു 6 പ്രിൻസിപ്പിൾസ് ആണ് നമുക്കിപ്പോ നിലവിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അതായത് കൺസർവേഷൻ ഓഫ് എക്കോസിസ്റ്റം, എക്കോസിസ്റ്റത്തിനെ എന്ത് ചെയ്യുക, കൺസേർവ് ചെയ്യുക. മനസ്സിലായല്ലോ? മാത്രമല്ല ഡെവലപ്മെന്റ് ഓഫ് സസ്റ്റൈനബിൾ സൊസൈറ്റി, അത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ വളർത്തിയെടുക്കുക. മറ്റൊന്ന് ബയോഡൈവേഴ്സിറ്റിയെ എന്ത് ചെയ്യുക, കൺസർവ് ചെയ്യുക. മാത്രമല്ല പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെ, ജനസംഖ്യാ വർധനവ് എന്ത് ചെയ്യുക, കുറയ്ക്കുക അഥവാ കൺട്രോൾ ചെയ്യുക. മറ്റൊന്നാണ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. മാത്രമല്ല പബ്ലിക് പാർട്ടിസിപ്പേഷനെ എന്ത് ചെയ്യുക, കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആണ്, ഈ 6 പ്രിൻസിപ്പിൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മുന്നോട്ട് വെക്കുന്നത്. മനസ്സിലായല്ലോ? ചുരുക്കി പറയുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള നമ്മുടെ ആവശ്യകത നമ്മൾ എന്ത് ചെയ്യണം, നിറവേറ്റണം.
മാത്രമല്ല നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. പക്ഷെ വളരെ മാന്യമായ അല്ലെങ്കിൽ നല്ല മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. എന്നാൽ ആ ആവശ്യകത നാച്ചുറൽ റിസോഴ്സസിനെ കേടുപാട് വരുത്തുന്ന പോലെയും ആകരുത്. അതേപോലെ തന്നെ ഇനി വരുന്ന തലമുറയ്ക്ക് ഈ നാച്ചുറൽ റിസോഴ്സ് അനുഭവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കും നമ്മൾ എന്ത് ചെയ്യരുത്, കൊണ്ടുപോകരുത്. ഇതാണ് ദ ഓവറോൾ പ്രിൻസിപ്പിൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മനസ്സിലായല്ലോ? അപ്പൊ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? വിൻഡ് എനർജി അല്ലെ, വിൻഡ് എനർജി. അതായത് ഏകദേശം വിൻഡ് മില്ല് ആദ്യമായിട്ട് ബിൽഡ് ചെയ്യുന്നത് എവിടെയാണ്? പേർഷ്യയിലാണ്. ഏകദേശം 500 AD ആ ഒരു കാലഘട്ടത്തൊക്കെയാണ് ആദ്യമായിട്ട് വിൻഡ് മില്ല് പേർഷ്യയിൽ സ്ഥാപിക്കുന്നത്. സോ അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ ഒരു പവർ അറിഞ്ഞത് മുതൽ ആൾക്കാരൊക്കെ എന്തിലോട്ട് തിരിയാൻ തുടങ്ങി? ഈ വിൻഡ് എനർജിയിലോട്ട്. വിൻഡ് എനർജി പരമാവധി ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ സോളാർ എനർജി, മാത്രമല്ല ക്രോപ്പ് റൊട്ടേഷൻ, വാട്ടർ എഫിഷ്യന്റ് ഫിക്സ്ചർ, അതേപോലെ തന്നെ ഗ്രീൻ സ്പേസസ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിന്റെ കുറച്ച് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിന്റെ എക്സാമ്പിൾ. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ, അതായത് നമ്മളിപ്പോ പറഞ്ഞു മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതേപോലെ തന്നെ കുറച്ചുകൂടെ, അതായത് ഒരു 8 മാർക്ക് 10 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ടാണ് ഇനി കിടക്കുന്നത്. ഏതാണ്? ദി മേജർ ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ്. ഓക്കെ, എന്തൊക്കെ ഗോൾസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഗോൾസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഏകദേശം നമുക്കിതിൽ പഠിക്കാനുള്ളത് ഒരു 17 ഗോൾസുകളെ കുറിച്ചാണ്. ഓക്കെ, 17 ഗോൾസ് ആണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തേത് നോ പോവർട്ടി. എവിടെയും ഒരു ദാരിദ്ര്യവും, അല്ലെ, ദാരിദ്ര്യം എന്നത് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ ഗോൾ. രണ്ടാമത് നോക്കാം, സീറോ ഹങ്കർ. എന്താണ്? ഒരു വയറും വിശന്ന് കിടക്കാൻ പാടില്ല, അല്ലെ, അതാണ് പട്ടിണി, അല്ലെങ്കിൽ പട്ടിണി ഒട്ടും ഉണ്ടാവരുത്. മൂന്നാമത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. നല്ല ആരോഗ്യവും നല്ലൊരു ജീവിതവും, അതാണ് മൂന്നാമത്തെ ഗോൾ. നാലാമത് നോക്കാം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അല്ലെ, ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള, അതായത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ക്വാളിറ്റി ആയിട്ടുള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി, ഒരുപാടായിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു ടോപ്പിക് അല്ലെ, ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ജെൻഡർ ഇക്വാലിറ്റിയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഗോളിൽ ഉൾപ്പെട്ടതാണ്. ആറാമത് നോക്കാം, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ശരിക്കും എൻവയോൺമെന്റൽ കൺസർവേഷനിലോട്ട് പോയില്ലേ. ഇപ്പൊ എന്താണ്? ജലത്തെ പൊല്യൂട്ടഡ് ആക്കാതിരിക്കും. അപ്പൊ ക്ലീൻ ആയിട്ടുള്ള വാട്ടർ, അതും. പിന്നെ മറ്റൊന്നാണ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും ശുദ്ധമായതുമായ എനർജി ഉറപ്പുവരുത്തുക എന്നതും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഗോൾ തന്നെയാണ്. മറ്റൊന്നൊക്കെ ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. അതായത് അവിടെ അൺഎംപ്ലോയ്മെന്റ് പോയില്ലേ, അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞു. എല്ലാവർക്കും മാന്യമായ തൊഴിലും അതേപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും ഉറപ്പുവരുത്തുക എന്നതും കൂടി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഗോളിൽ ഉൾപ്പെട്ട, അല്ലെ, വളരെ മനോഹരമായി തോന്നില്ലേ? അതായത് മാന്യമായ തൊഴിലും അതിനനുസരിച്ചുള്ള വരുമാനം, അത് എക്കണോമിക് ഗ്രോത്തും, അല്ലെ, അതാണ് പറയുന്നത്. അടുത്ത് നോക്കാം, ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെ, അതിനെയൊക്കെ എന്ത് ചെയ്യുക? ഇവിടെ പ്രൊമോട്ട് ചെയ്യാണ്. ഇന്നോവേഷൻ, അല്ലെ, ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയത് കണ്ടുപിടിക്കുക, പുതിയ എന്താ പറയുക, ഐഡിയാസിന് മുൻതൂക്കം കൊടുക്കുക, ഇതൊക്കെയാണ്. പിന്നെ അടുത്ത് 10ാമത് നോക്കാം, റെഡ്യൂസ് ഇൻഇക്വാളിറ്റി. ഇൻഇക്വാളിറ്റി എന്നുള്ള ഒരു ഇത് എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. പിന്നെ അടുത്ത് നോക്കാം, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, അല്ലെ, സിറ്റീസും കമ്മ്യൂണിറ്റീസും നമ്മുടെ സമൂഹവും എല്ലാം തന്നെ എന്തായിരിക്കണം? സസ്റ്റൈനബിൾ ആയിരിക്കണം. ഇനി 12ാമത് നോക്കാം, റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. മനസ്സിലായല്ലോ? അതായത് ആവശ്യത്തിനുള്ള, അതായത് ആവശ്യത്തിൽ ആ ഒരു അളവിനനുസരിച്ചുള്ള പ്രൊഡക്ഷനും കൺസപ്ഷനും. പിന്നെ എന്താണ് ക്ലൈമറ്റ് ആക്ഷൻ. മനസ്സിലായല്ലോ? അതായത് ക്ലൈമറ്റ് ആക്ഷൻ ഇവിടെ ഒന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ്. അതേപോലെ തന്നെ നോക്കാം, ലൈഫ് ബിലോ വാട്ടർ. എന്താണ് ലൈഫ് ബിലോ വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വെള്ളത്തിനടിയിലുള്ള ജീവിതം. ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അക്വാട്ടിക് അനിമൽസിനെ ഉദ്ദേശിക്കുന്നത്, അല്ലെ,
മീനിലെ ജലത്തിൽ മീനുകൾ അതുപോലെ ഫേൺസിലെ അത്തരത്തിൽ ജലത്തിനടിയിൽ ജീവിക്കുന്ന ജീവികൾക്കും അപ്പോഴും എന്താണ് ഇവിടെ വാട്ടർ അല്ലെ, വെള്ളത്തിനെ എന്ത് ചെയ്യരുത്, പൊല്യൂട്ടർ ആക്കരുത് എന്നുള്ള ഉദ്ദേശമാണ് ഇവർ വെക്കുന്നത്, മുന്നിൽ വെക്കുന്നത് അല്ലെ. സോ അത്തരത്തിൽ അക്വാട്ടിക് ലൈഫിന് കൂടി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫ് ഓഫ് ലാൻഡ് അല്ലെ, നമ്മുടെ ലാൻഡിലുള്ള ആൾക്കാരുടെയും എന്ത് ചെയ്യുക, അവരുടെ ലൈഫും എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, കൺസേർവ് ചെയ്യുക അല്ലെ, അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യുക. പിന്നെ അടുത്തതാണ് പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പീസ് സമാധാനവും നീതിയും നടപ്പിലാക്കപ്പെടണം അല്ലെ, വളരെ മനോഹരമായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിന്റെ മേജർ ഗോൾസ് എന്ന് പറയാം. ഇനി അവസാനത്തെ നോക്കാം, പാർട്ട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ്. ഇത്തരത്തിൽ ഒരു 17 ഗോൾസുകളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മുന്നോട്ട് വെക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ, മനസ്സിലായല്ലോ. അപ്പോൾ ഏകദേശം എല്ലാ മേഖലയിലും ഉള്ള വളർച്ചയാണ് ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഉദ്ദേശമായിട്ട് വെക്കുന്നത്. ഇത് 8 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിന്റെ പ്രിൻസിപ്പിൾസും നമുക്ക് ഒരു 5 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ്. ഇതോടുകൂടി ഈ ഒരു ബ്ലോക്ക് അല്ലെ, 3ാമത്തെ ബ്ലോക്ക് ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.